വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. ആദ്യം നമ്മൾ കട്ട്ലറ്റിന് മസാല ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുക. ചിക്കനായാലും ബീഫായാലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവില്ലേ, അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അത് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കുക, കട്ടി കുറച്ചിട്ട്. എന്നിട്ട് മസാല അതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ പീസും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മളൊരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ വേവിച്ചെടുക്കുക, കരിഞ്ഞു പോവാതെ. നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എണ്ണയുടെ ആവശ്യം ഒട്ടുമില്ല. നമ്മൾ കുറച്ച് ഗീ മാത്രമല്ലേ ഇടുന്നുള്ളൂ. അപ്പോൾ കട്ട്ലറ്റിനെക്കാട്ടും കുറച്ചുകൂടി ഹെൽത്തിയുമാണ്, കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, മക്കൾക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരിക്കലെങ്കിലും.